ഇന്ന് പോകുന്നത് പാണ്ടിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാനാണ്. അപ്പൊ അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ മുന്നേ ചേട്ടായിയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് പോണേ. അപ്പൊ കാടും ഇതുണ്ട്. ഇത് ഓരോ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും തന്നെ ഏലം കൃഷി. നമ്മൾ ആദ്യം 10 മൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഫുള്ളും തേയിലത്തോട്ടായിരുന്നു. അപ്പൊ ഞങ്ങള് സിനിമ കണ്ടു, കട്ടപ്പന പോയി. ഒരു ദിവസം കഴിഞ്ഞു. ഒരു 4 മണി അങ്ങനെയൊക്കെ ആവുന്നു. എന്തായാലും നല്ലൊരു വ്യൂ പോയിന്റ് കാണാനല്ലോ. ഇതേ കണ്ടോ, മഞ്ഞിങ്ങനെ ഓടി നടക്കണ പോലെയാണ്. ഒരു വീട്. അതെ, സ്വാഗതം എഴുതിയേക്കണ സ്വാഗതം ടൂറിസ്റ്റ് പാറ വ്യൂ പോയിന്റ്. ഇത് കാമാക്ഷി ഗ്രാമപഞ്ചായത്താണ്. സൂപ്പർ. കണ്ടു മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. സൂപ്പർ. നമുക്കൊന്ന് ഇറങ്ങിയാലോ. നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ പാണ്ടിപ്പാറ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അതെ, കോട കുറവാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഒരു 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ കോട കയറി തന്നെ നമുക്ക് കാണാൻ പറ്റും. ദൂരെ നമുക്ക് ഇടുക്കി ആർച്ച് ഡാം കാണാം. മഴക്കാലമായിട്ട് ഡാമിൽ വെള്ളം നിറഞ്ഞു കിടക്കാം കേട്ടോ. നേരത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര വെള്ളം കാണാൻ പറ്റുമായിരുന്നു. അയ്യോ, അടിപൊളി. ചെറിയ ചാറ്റമഴയുണ്ട്. മഞ്ഞില്ല കേട്ടോ. ഇത്ര നേരം ഇവിടെ മഞ്ഞ് മൂടി കിടക്കായിരുന്നു. എനിക്ക് തോന്നുന്നൊരു നമ്മൾ വരുന്നതിന് ഒരു 2-3 മിനിറ്റ് മുമ്പായിട്ട് ആ മഞ്ഞ് ഇവിടെ കാറ്റ് പറപ്പിച്ച് കൊണ്ടായിരുന്നു തോന്നുന്നത്. അവിടെ ദൂരെ നോക്കുമ്പോൾ കാണാം മഞ്ഞ് ഓടി ഓടി പോകുന്നത്. ഇത് ഈ പാണ്ടിപ്പാറ പള്ളിയുടെ ഒരു കുരിശുമലയും കൂടെ കേട്ടോ. അത് ഇതൊക്കെ വെള്ളിയാഴ്ച കുരിശുമല കയറുന്നത് ഈ മലയിലേക്കാണ്. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മര്യാദ പള്ളി കാണാം, പള്ളിയുടെ ഹാള് കാണാം. അതുപോലെ ഇത്തിരിയോടെ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ അയ്യോ കാറ്റോടെ നിർത്തുകയല്ല കേട്ടോ. അയ്യോ കൂടെയൊക്കെ പറപ്പിച്ചോണ്ട് പോവാ കാറ്റ്. രക്ഷയില്ല. അമ്പോ കൂടെ ഓടിച്ചു. അമ്പോ കാറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഒന്ന് സൂം ചെയ്ത് കാണിക്കാന്ന് വെച്ചിട്ട് കാറ്റ് സമ്മതിക്കണില്ല. നമ്മൾ ഇടുക്കി മെഡിക്കൽ കോളേജ് കാണാവേ. ഈ കാണുന്ന ആർച്ച് ഡാം, ഇവിടെ കാണുന്നതാണ് ഇടുക്കി മെഡിക്കൽ കോളേജ്. അയ്യോ കാറ്റോടെ നിർത്തില്ല കേട്ടോ. കൂടെ ഓടിക്കുക. താഴെ നോക്കുമ്പോൾ മര്യാദ പള്ളി കാണാം. ഇതിലൂടെ ദൂരെ പോയത് ആ ദൂരെ കാണുന്നതാണ് വാഴത്തോപ്പ് പള്ളി. അതുപോലെ ഇവിടെ നമുക്ക് കാണാം പഴയ CMJയുടെ ക്രഷറായിരുന്നു കേട്ടോ, നിന്ന് പോയിട്ടപ്പം. അതിൻ്റെ മേലെ നമുക്കൊരു പാറമട കുളമൊക്കെ കാണാം. ഇത്ര നേരമായിട്ട് മഞ്ഞ് വന്നില്ല കേട്ടോ. എന്തായാലും ഒരു 10 മിനിറ്റോടെ നോക്കി മഞ്ഞുണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് പോവാം. അതുവരെ ഇവിടെ നിൽക്കാം. കാറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര കാറ്റാണ്. ഇതുപോലെ ശക്തമായിട്ട് കാറ്റ് വീശിയിട്ടായി മഞ്ഞ് പോയത്. അല്ലെങ്കിൽ ഇവിടെ നിറച്ച് മഞ്ഞായിരുന്നു. നമുക്കിവിടെ വരുമ്പം ഈ പാറ കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ് മാത്രമേ കാണാൻ പറ്റത്തുള്ളായിരുന്നു. കുട ഇരിക്കോ. കാറ്റെന്നാലും ഉണ്ട് കേട്ടോ.
അപ്പോൾ അതേ നമ്മൾ കയറി വന്ന വഴി ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. ഇതാണ് ഇത് കേട്ടോ. നമ്മൾ ഈ പാറപ്പുറത്തോടെയാണ് കയറി വന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, അതുപോലെ നമ്മുടെ 2 വീലറോ അല്ലെങ്കിൽ 4 വീലറോ എന്തോ ആയിക്കോട്ടെ, എന്ത് വാഹനമായിട്ട് ഇവിടെ കയറി വന്നാലും എല്ലാവരും ആര് വന്നാലും വളരെ ശ്രദ്ധിക്കണം. പരമാവധി താഴെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്നു വരുമായിരിക്കും നല്ലത്. കാരണം മഴക്കാലമൊക്കെയാണ്, നല്ല വഴുക്കലുണ്ട്, പാറയാണ്, വെള്ളം ഒഴുകുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ശ്രദ്ധക്കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറ്റുകയെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതുപോലെ നല്ല പൊക്കയാണ്, നല്ല ആഴമുള്ള സ്ഥലമാണ്. അതുപോലെ നമ്മുടെ തെന്നാണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ആരും ഒത്തിരി അറ്റത്തേക്കൊന്നും പോകാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ എന്ന് കഴിഞ്ഞാൽ വേറെ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ പാലക്കുളമേട് നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി ദൂരെ കേട്ടോ, കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. എന്നാലും നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഉണ്ടോ അറ്റത്ത് കാണുന്ന മലയുടെ തൊട്ട് പുറയിൽ ബാക്കിൽ വേറൊരു മല, അതിൻ്റെ വെള്ളം ഒഴുകുന്നുണ്ട്. അതാണ് നമ്മുടെ പാലക്കുളമേട്. ഇത് വാഴത്തോപ്പള്ളി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുരിശുമല.
കാഴ്ചകളെല്ലാം കണ്ട് ഇപ്പം മഴ പെയ്യാൻ തുടങ്ങണു. കോട ഉണ്ടാവും എന്ന് ഓർത്താണ് ഞങ്ങൾ വന്നത്, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും കോട വന്നില്ല. അപ്പം ഇത് എന്താണ് താഴേക്ക് ഇപ്പം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ പോവല്ലേ? ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിപ്പോ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ വീടുകൾ തിരിച്ചു പോവുകയാണ്. ഇതാണ് പോകുന്ന വഴി. ഇവിടെ ഒരു കുരിശുപള്ളിയൊക്കെ കണ്ടോ, ഒരു ടാങ്കാണ്. അപ്പൊ നമ്മുടെ ഒരു വീഡിയോ ഒരു ചേട്ടൻ എടുക്കുന്നുണ്ട്. വേണ്ട വേണ്ട, ഒരുപാട് റിസ്ക് വേണ്ട. ഒന്നാമത്തെ മഴക്കാലം. ബൈ ബൈ പറഞ്ഞിട്ടാ പോകുന്നു. അപ്പൊ ഞങ്ങള് പാണ്ടിപ്പാറ വ്യൂ പോയിന്റ് കണ്ട് ഇറങ്ങി. പിന്നെ ഞങ്ങള് നേരെ വീട്ടിലേക്ക്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.